വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ICT ടർട്ടിൽ സൂപ്പ് ആണ്. ടർട്ടിൽ സൂപ്പ് എന്ന് പറയുന്നത് ICT ലിക്വിഡിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് എൻട്രി മോഡൽ തന്നെയാണ്. അതിനാൽ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് തന്നെയാണ് ഈ ഒരു എൻട്രി മോഡൽ പ്രസൻറ്റ് ചെയ്യാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ സെഷൻ്റെ കോർ കോണ്ടൻസ് നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ, വാട്ട് ഈസ് ടർട്ടിൽ സൂപ്പ്, വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് ടർട്ടിൽ സൂപ്പ്, connection to the ICT power of 3 or AMD, two important elements in turtle soup, types of turtle soup, steps and trade management in turtle soup, അതുപോലെ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾസിലൂടെ ഒരു കമ്പൈൻഡ് കൺക്ലൂഷനിലൂടെ ആയിരിക്കും നമ്മൾ വീഡിയോ എൻഡ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ടർട്ടിൽ സൂപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുള്ളവർ മാത്രം മുന്നോട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വെൽക്കം ടു T4T. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ടർട്ടിൽ സൂപ്പിലേക്ക് കടക്കുന്നതിന് പകരം പതിയെ നമുക്ക് ഡെഫിനിഷനും ഫ്യൂച്ചേഴ്സും മനസ്സിലാക്കിയിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ടർട്ടിൽ സൂപ്പ് എന്ന് തന്നെയാണ്. ഓക്കെ, ടർട്ടിൽ സൂപ്പ് എന്താണെന്ന് നോക്കാം. ടർട്ടിൽ സൂപ്പ് ഇസ് എ സ്ട്രാറ്റജി വെർ യു ട്രേഡ് അഗെയിൻസ്റ്റ് ദ ബ്രേക്ക് ഔട്ട് വെൻ ദ പ്രൈസ് ബ്രേക്സ് എ കീ ലെവൽ ലൈക്ക് എ സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് ബട്ട് ക്വിക്ലി റിവേഴ്സ് യു എൻട്രി ട്രേഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എക്സ്പെക്ടിങ് ദ ബ്രേക്ക് ഔട്ട് വാസ് എ ട്രാപ്പ്. എന്താണ് ടർട്ടിൽ സൂപ്പ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് എ സ്ട്രാറ്റജി അഗെയിൻസ്റ്റ് ദ ബ്രേക്ക് ഔട്ട്. ഓക്കെ, അഗെയിൻസ്റ്റ് ദ ബ്രേക്ക് ഔട്ട്സ്. നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുന്നതിന് പകരം ആ ബ്രേക്ക് ഔട്ടിൽ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത മനസ്സിലാക്കി ആ ഫോൾസ് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ അവിടെ ഒരു മാനിപ്പുലേഷൻ വന്നു കഴിഞ്ഞ് അവിടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് ടർട്ടിൽ സൂപ്പ് ട്രേഡേഴ്സ് ആക്റ്റീവ് ആവുന്നത് അല്ലെങ്കിൽ അവിടെ ആക്ഷൻസ് എടുത്ത് തുടങ്ങുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ടർട്ടിൽ സൂപ്പ് ഇസ് എ സ്ട്രാറ്റജി വെർ യു ട്രേഡ് അഗെയിൻസ്റ്റ് ദ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. വെൻ ദ പ്രൈസ് ബ്രേക്സ് എ കീ ലെവൽ, പ്രൈസ് എന്ത് ചെയ്യുന്നു? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ലെവൽ? ലൈക്ക് ഒരു സപ്പോർട്ട് ആവാം, റെസിസ്റ്റൻസ് ആവാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇതുപോലെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബോഡിയോട് കൂടി ബ്രേക്ക് ചെയ്യും, വിത്തൗട്ട് ബോഡിയോട് കൂടി ബ്രേക്ക് ചെയ്യും, വിത്ത് വോളിയം ബ്രേക്ക് ചെയ്യും, വിത്തൗട്ട് വോളിയം ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് റെസിസ്റ്റൻസോ സപ്പോർട്ടോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രിയോ ലോങ്ങോ ഷോർട്ടോ ചെയ്യുക എന്നുള്ളതല്ല. ഓക്കെ, ബട്ട് ക്വിക്ലി റിവേഴ്സ്, നമ്മൾ അവിടെ ആ ഒരു ക്വിക്ലി റിവേഴ്സ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് അവിടെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ലോങ് പോകുന്ന ആളുകളും സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് പോകുന്ന ആളുകളും ആ റിവേഴ്സൽ കാണുന്ന സമയത്ത് പാനിക്കാവും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, യു എൻട്രി ട്രേഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എക്സ്പെക്ടിങ് ദ ബ്രേക്ക് ഔട്ട് വാസ് എ ട്രാപ്പ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഈ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡെഫിനിഷനിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് എലമെൻറ്റ്സ് അല്ലെങ്കിൽ 3 പോയിന്റ്സിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കിയാൽ, ആദ്യം തന്നെ എന്താണ്? ഫോൾസ് ബ്രേക്ക് ഔട്ട്. നമ്മൾ അഗെയിൻസ്റ്റ് ദ ബ്രേക്ക് ഔട്ട്, നമ്മൾ ഈ ബ്രേക്ക് ഔട്ടിലല്ല ബ്രേക്ക് ഔട്ടിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഫോൾസ് ബ്രേക്ക് ഔട്ട് നോക്കിയാൽ എന്താണ്? പ്രൈസ് ബ്രേക്സ് എ കീ ലെവൽ, ദാറ്റ് മീൻസ് ഒരു സപ്പോർട്ട് ആവാം, റെസിസ്റ്റൻസ് ആവാം, ബട്ട് ക്വിക്ലി റിവേഴ്സ് ക്രിയേറ്റിംഗ് ദ ഇല്യൂഷൻ ഓഫ് എ ന്യൂ ട്രെൻഡ്. ഇല്യൂഷൻ ഓഫ് എ ന്യൂ ട്രെൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹൈ ഇമ്പാക്റ്റഡ് റെസിസ്റ്റൻസ്, ഒരു ഹൈ ഇമ്പാക്റ്റഡ് സപ്പോർട്ട്. ഓക്കെ, എന്തിനാണ് ഇതിന് ഹൈ ഇമ്പാക്ട് എന്ന് പറയുന്നത്? 1 ടച്ച്, 2 ടച്ച്, 3 ടച്ച്, 4 ടച്ച്. ഓക്കെ, അത് കൂട്ടി വരയ്ക്കുന്ന റെസിസ്റ്റൻസ് ഹൈലി ഇമ്പാക്റ്റഡ് ആയിരിക്കും. 1 ടച്ച്, 2 ടച്ച്, 3 ടച്ച്, 4 ടച്ച് കൂട്ടി വരയ്ക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? വെരി സ്ട്രോങ് ആയിരിക്കും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? പ്രൈസ് ഒരുപാട് താഴേക്ക് പോകും. അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഹൈ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകും. അവിടെ എന്താണ്? അവിടെ ഇല്യൂഷൻ ഓഫ് എ ന്യൂ ട്രെൻഡ്, ഒരു കൺസോൾട്ടേഷന് ശേഷം ഒരു പുതിയൊരു ട്രെൻഡിൻ്റെ ഒറിജിൻ ആണെന്ന് വിശ്വസിക്കും. വെൻ ആക്ച്വലി ഇസ് എ ട്രാപ്പ്. ഓക്കെ, അതുപോലെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, വെൻ ഇറ്റ് വാസ് എ ട്രാപ്പ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടർട്ടിൽ സൂപ്പ് എന്ന് പറയുന്നത് ഒരു കൗണ്ടർ ട്രേഡ് ആയിരിക്കും. ആഫ്റ്റർ എ ബ്രേക്ക് ഔട്ട് ഫെയിൽ എൻട്രി ട്രേഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ആ ഒരു ബ്രേക്ക് ഔട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും നമ്മളുടെ വ്യൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇഫ് ദ പ്രൈസ് ബ്രോക്ക് എബോവ് ദ റെസിസ്റ്റൻസ്, നമ്മൾ പറഞ്ഞ പോലെ ഒരു ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ആളുകൾ എന്ത് ചെയ്യുന്നു? റീറ്റെയിലേഴ്സ് ലോങ് പോകുന്നു. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? പ്രൈസ് റിവേഴ്സ് ആവുന്നു. അപ്പോഴാണ് നമ്മളിവിടെ ആക്റ്റീവ് ആവുന്നത്. യു വുഡ് ഷോർട്ട് ദ മാർക്കറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? റെസിസ്റ്റൻസ് നിന്ന് സെല്ലായിരിക്കും ചെയ്യുന്നത് ആഫ്റ്റർ മാനിപ്പുലേഷൻ. സപ്പോർട്ടിൽ നിന്ന് നമ്മൾ ബൈ ആയിരിക്കും ചെയ്യുന്നത് ആഫ്റ്റർ മാനിപ്പുലേഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, വൈ ഇറ്റ് ഈസ് കാൾഡ് ടർട്ടിൽ സൂപ്പ്. ഇതിനെ ടർട്ടിൽ സൂപ്പ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് നെയിംഡ് ടർട്ടിൽ സൂപ്പ്
ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് കൗണ്ടർ ട്രേഡിംഗ് മൂവ് ദാറ്റ് ഇറ്റ് ഈസ് സീം ലൈക്ക് എ ന്യൂ ട്രെൻഡ് ബട്ട് അവർ ഫെയിൽസ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ട്രെൻഡിൻ്റെ എഗെയിൻസ്റ്റ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഫോൾസ് ബ്രേക്ക് ഔട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മളൊരു കൗണ്ടർ ട്രേഡാണ് ചെയ്യുന്നത്. ഓക്കെ, ട്രാപ്പിംഗ് ട്രേഡേഴ്സ് ഹു ഫോളോ ദ ട്രെൻഡ്. ഇവിടെ ട്രാപ്പ് ആവുന്നത് എന്താണ്? ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ലൈക്ക് ദ ടേർട്ടിൽ ട്രേഡേഴ്സ് ആയിരിക്കും ട്രാപ്പ് ആവുന്നത്. ദാറ്റ് മീൻസ് അതുകൊണ്ടാണ് ഇതിനെ ടേർട്ടിൽ സൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ വാട്ട് ഈസ് ടേർട്ടിൽ സൂപ്പ് എന്ന് പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു. ആ ഡെഫിനിഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് 3 പോയിന്റ്സിനെ നമ്മൾ എടുത്തിട്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ ടർട്ടിൽ സൂപ്പിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഈ സ്ലൈഡിൽ പിക്ചറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്കൊരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി കാണാം. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്താണ്? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി മുകളിലും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി താഴെയായിട്ട് കാണാം. ഓക്കെ, ഒരു ടർട്ടിൽ സൂപ്പിൻ്റെ ഒരു എക്സാക്ട് ഫോർമേഷൻ ഇതുപോലെ ആയിരിക്കും. ഓക്കെ, ആദ്യം നമ്മൾ എന്താണ്? ഒരു റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? ഇതിൻ്റെ ആദ്യം നമുക്ക് റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂ പറയാം. ഓക്കെ, റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ഒരു ഹൈ ഇമ്പാക്റ്റഡ് റെസിസ്റ്റൻസ് മുകളിലും ഒരു ഹൈ ഇമ്പാക്റ്റഡ് സപ്പോർട്ട് താഴെയുണ്ട്. ഹൈ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന് ഒരുപാട് ടച്ചുകൾ ഉണ്ടാവും. 1 ടച്ച്, 2 ടച്ച്, 3 ടച്ച്, 4 ടച്ച്. ഓക്കെ, ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ന്യൂ ട്രെൻഡിൻ്റെ ഒരു ഇല്യൂഷൻ ആയിരിക്കും, ഒരു ന്യൂ ട്രെൻഡിൻ്റെ ബിഗിനിങ് ആയിരിക്കും എന്നാണ് റീറ്റെയിൽ മെൻറ്റാലിറ്റി പ്രകാരം റീറ്റെയിൽ ബൈബിളിൽ പറയുന്ന എക്സാക്ട് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഹൈ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. ബിക്കോസ് ഓഫ് എന്താണ്? അവിടെ 1 ടച്ച്, 2 ടച്ച്, 3 ടച്ച്, 4 ടച്ച്, 5 ടച്ച് ഉണ്ട്. അപ്പോൾ എന്താണ്? അതൊരു ഹൈ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് നല്ല രീതിയിൽ പ്രൈസ് താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഹൈ ലെവലിൽ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണ്, നമ്മൾ ICT പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്? നമ്മൾ ഈ ഒരു ഹൈ എന്ന് പറയുന്നത് നമുക്ക് ലിക്വിഡിറ്റി പൂളാണ്. ഈ ഹൈയും ഈ ലോയും എന്താണ്? ലിക്വിഡിറ്റി പൂൾസ് ആണ്. ഓക്കെ, ഈ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയുടെ ഹൈ ലിക്വിഡിറ്റിനെ നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ടും ബൈ സ്റ്റോപ്സ് ലിക്വിഡിറ്റി പൂളായിട്ടും താഴെ നമ്മൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂളായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു. ഓക്കെ, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിൻ്റെ മുകളിലായിട്ടും ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിൻ്റെ താഴെയായിട്ടും നമുക്ക് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി നമുക്ക് ബൈ സ്റ്റോപ്സ് ആയിട്ടും സെൽ സ്റ്റോപ്സ് ആയിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ ഈ ഒരു പോർഷൻ ഇതാണ്. നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്? ഇവിടെ നമുക്ക് ഡം മണി, സ്മാർട്ട് മണി എന്ന് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡം മണി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ പോലെ റീറ്റെയിലേഴ്സിനെയാണ്. ഈ റീറ്റെയിൽ ആക്ഷൻസ് എപ്പോഴും വരുന്നത് എവിടെയാണ്? ഇതിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? നമുക്ക് ചാറ്റ് പാറ്റേൺസ് കാണാം, കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് കാണാം, ഓക്കെ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കാണാം. നമ്മളുടെ ഡം മണീസിൻ്റെ ആക്ഷൻസ് മുഴുവൻ വരുന്നത് ഇവിടെയാണ്. ഓക്കെ, എന്നാൽ സ്മാർട്ട് മണീസ് എന്ന് പറയുന്നത് എന്താണ്? ഈ റേഞ്ചിൻ്റെ മുകളിലും താഴെയുമായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ടും താഴെയുമായിട്ടാണ് സ്മാർട്ട് മണീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നത്, അവരുടെ ആക്ഷൻസ് വരുന്നത്. ബിക്കോസ് ഓഫ് എന്താണ്? ഇതിൻ്റെ മുകളിൽ എന്ന് പറയുന്നത് ലിക്വിഡ് ആയിട്ടുള്ള ഏരിയ ആണ്, അല്ലെങ്കിൽ ഹൈ ലിക്വിഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, ഡം മണീസ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡിറ്റി ആവാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, സ്മാർട്ട് മണീസ് എപ്പോഴും എന്താണ്? ഈ ഒരു റേഞ്ചിൻ്റെ പുറത്താണ് അവർ. കാരണം ആ റേഞ്ചിൻ്റെ പുറത്താണ് ലിക്വിഡിറ്റി ഉള്ളത്. കാരണം ആ റേഞ്ചിൻ്റെ മുകളിലായിരിക്കും കൂടുതലായിട്ട് സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവുക. ഇവിടെ ആയിരിക്കും കൂടുതലായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവുക. കാരണം ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്യുന്നു, ഇവിടെ ഷോർട്ട് ചെയ്യുന്നു. ഈ ഷോർട്ട് ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഒരു കോമൺ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ഹൈ ആയിരിക്കും. അതുപോലെ എന്താണ്? ഇവിടെ നിന്ന് ബൈ ചെയ്യുന്നു, ഇവിടെ നിന്ന് ബൈ ചെയ്യുന്നു, ഇവിടെ നിന്ന് ബൈ ചെയ്യുന്നു, ഇവിടെ നിന്നും ബൈ ചെയ്യുന്നു, ഇവിടെ നിന്നും ബൈ ചെയ്യുന്നു. അപ്പം ഓൾറെഡി എന്താണ്? ഇതൊരു ബൈയിങ് സോൺ ആയിട്ട് ഇവിടെ കണക്കാക്കപ്പെടുന്നു. ഈ ബൈയിങ് സോൺ കണക്കാക്കപ്പെടുമ്പോൾ എന്താണ്? ബൈ ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും? ഇതിന് താഴെയായിരിക്കും. ഓക്കെ, ബൈ ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെയായിരിക്കും. ബൈ ചെയ്ത ഒരാളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൽ സ്റ്റോപ്പ് ആയിരിക്കും. അതുകൊണ്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി താഴെയായിരിക്കും. അതുകൊണ്ട് എപ്പോഴും എന്താണ്? ഒരു നമ്മളുടെ അല്ലെങ്കിൽ ഡം മണീസിൻ്റെ ആക്ഷൻസ് എപ്പോഴും എവിടെയായിരിക്കും? ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ആ റേഞ്ച് ബ്രേക്ക് ഔട്ടിൻ്റെ ഏരിയയിൽ. ഓക്കെ, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്മാർട്ട് മണീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ സ്മാർട്ട് മണീസിൻ്റെ ആക്ഷൻസ് എപ്പോഴും എന്തായിരിക്കും? ആ റേഞ്ചിൻ്റെ പുറമേ ആയിരിക്കും. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം നോക്കുന്നത് ഇഫ് പ്രൈസ് ബ്രേക്സ് ദ സപ്പോർട്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താവും? ഡം മണീസ് എന്ത് ചെയ്യും? കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നോക്കും. എന്താണ്? നല്ല ബോഡി ക്ലോസോട് കൂടിയല്ലേ ബ്രേക്ക് ചെയ്തത്? ബോഡി ക്ലോസോട് കൂടിയാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വോളിയം ഉണ്ടോ? നല്ല രീതിയിലുള്ള വോളിയം ഉണ്ട്. അപ്പോൾ എന്താണ്? വോളിയവും പ്രൈസ് നോക്കുമ്പോൾ നല്ല രീതിയിൽ എന്താണ്? ഒരു കൺഫർമേഷൻ കാണുന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ ഷോർട്ട് ചെയ്യില്ലേ? ഒരുപാട് പേര് ഇവിടെ ഷോർട്ട് ചെയ്യും.
ഷോർട്ട് ചെയ്യാൻ മീൻസ് ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യും. ഇപ്പോൾ ഓപ്ഷൻസിലാണെങ്കിൽ പുട്ട് ഓപ്ഷൻ പറയണ്ടല്ലോ, ഷോർട്ട് ചെയ്യും. ആക്ച്വലി ടേർട്ടിൽ സൂപ്പ് പ്രകാരം എന്തായിരിക്കും, ഒരു ടേർട്ടിൽ സൂപ്പ് ട്രേഡർ എന്താണ് നോക്കുന്നത്, അവിടെ ബ്രേക്ക് ഔട്ട് അല്ല, എഗെയിൻസ്റ്റ് ദ ബ്രേക്ക് ഔട്ട് ആണ്. പ്രൈസ് ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യുന്നു, സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് അതിനുശേഷം പെട്ടെന്ന് തന്നെ റിവേഴ്സായി മുകളിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ടേർട്ടിൽ സൂപ്പ് ട്രേഡേഴ്സ് എന്ത് ചെയ്യുന്നു, പ്രൈസ് എഗെയിൻ ആ ഒരു റിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വന്നതിന് ശേഷം ആ ഒരു റീട്രേസ്മെൻറ്റ് ടു ഡൗൺ സൈഡ്, ആ ഒരു മാനിപ്പുലേഷൻ നടന്ന മാനിപ്പുലേഷൻ ലെഗിലേക്ക്, അതിനുശേഷം നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഏതാണ് അവിടേക്കായിരിക്കും ടാർഗറ്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബുള്ളിഷ് ടേർട്ടിൽ സൂപ്പ് നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് എപ്പോഴും എന്തായിരിക്കും, ഒരു റേഞ്ച് ലിക്വിഡിറ്റി ലോ ടേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് അവിടെ നിന്ന് പ്രൈസ് എന്ത് ചെയ്യും, ഒരു റീട്രേസ്മെൻറ്റ് ടു എങ്ങോട്ടേക്കാണ് റീട്രേസ്മെൻറ്റ് വരുന്നത്, ഈ മാനിപ്പുലേഷൻ കഴിഞ്ഞ മാനിപ്പുലേഷൻ ലെഗിലേക്ക് പ്രൈസ് വരുന്നു. ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻറ്റേർണൽ റേഞ്ചിൽ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ റേഞ്ചിലായിരിക്കണം ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ടേർട്ടിൽ സൂപ്പിന് ഇൻറ്റേർണൽ റേഞ്ചിൻ്റെ മുകളിലായിട്ട് ടാർഗറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കും. കണ്ടോ നിങ്ങൾ, പ്രൈസ് ഫോൾസ് ബ്രേക്ക് ഔട്ടിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു, മാനിപ്പുലേഷൻ ലെഗിലേക്ക് വന്നിട്ട് നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണ്, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മാനിപ്പുലേഷൻ നടന്ന ഏരിയ നോക്കും നിങ്ങൾ, ഇതാണ് നമ്മളുടെ മാനിപ്പുലേഷൻ ഏരിയ. ഈ മാനിപ്പുലേഷൻ ഏരിയയിലേക്ക് റീട്രേസ് ചെയ്തിട്ടായിരിക്കും പ്രൈസിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്മാർട്ട് മണീസ് ഓക്കെ, സ്മാർട്ട് മണിയുടെ ആക്ഷൻ വന്നിട്ടുള്ളത് എവിടെയാണ്, ഈ ഒരു ഏരിയയിലായിട്ടാണ്. ഓക്കെ, അവരെന്താണ്, അവർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റേഞ്ചിൻ്റെ ഉള്ളിലാണ്, റേഞ്ചിൻ്റെ പുറമെയാണ് അവരുടെ ആക്ഷൻസ് ചെയ്തു തുടങ്ങുന്നത്. ഓക്കെ, ബിക്കോസ് ഓഫ് എന്താണ് കാരണം, ഇവിടെ ചെയ്തത് നമ്മൾ 1 by 1 ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, കളക്ട് ഓൾ ദ സെൽ സ്റ്റോപ്സ്. ഓക്കെ, കളക്ട് ഓൾ ദ സെൽ സ്റ്റോപ്പ്, അതായത് പ്രൈസിന് താഴെയുള്ള, അതായത് ഇവിടുന്ന് ബൈ പോയിട്ടുണ്ട്, ഇവിടുന്ന് ബൈ ചെയ്ത ആളുകൾ, ഇവിടുന്ന് ബൈ ചെയ്ത ആളുകൾ, ഇവിടെ ബൈ ചെയ്ത ആളുകൾ. ഓക്കെ, ഇപ്പോൾ വരുന്ന മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടുന്ന് ബൈ ചെയ്ത ആൾ ഇവിടെ വെച്ചിട്ട് ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ, ഉണ്ടാകും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഹൈ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇവിടെ ഫോം ആയാൽ എഗെയിൻ ബൈ ഓർഡേഴ്സ് വരുന്നത് മൂലം ആ ബൈ ഓർഡേഴ്സിൻ്റെ ഒരു കോമൺ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ആ ഒരു സപ്പോർട്ടിൻ്റെ താഴെയായിരിക്കും. ഓക്കെ, ആ സപ്പോർട്ടിൻ്റെ താഴെ എന്തുണ്ടായിരിക്കും, ബൈ ചെയ്ത ഒരാളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ ഓർഡേഴ്സ് ആയിരിക്കും. ആ സെൽ ഓർഡേഴ്സിന് എന്ത് ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് കളക്ട് ചെയ്യും, സ്മാർട്ട് മണീസ് എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. അതാണ് നമ്മളിവിടെ കണ്ട ഈ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ടിൻ്റെ സിഗ്നൽ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ സെൽ സ്റ്റോപ്സിന് എന്ത് ചെയ്യും, അവർ ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും റീറ്റെയിലേഴ്സിനെയും നമ്മൾ വേർതിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, അവരുടെ എക്സിക്യൂഷനിലെ ഡിഫറൻസ് ആണ്. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു, അവർ ഹൈ ക്വാണ്ടിറ്റിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. അവർക്ക് എത്രയാണോ ബൈ ചെയ്യേണ്ടത് അത്ര തന്നെ ഓർഡേഴ്സ്, അവിടെ സെൽ ഓർഡേഴ്സ് വേണം. അതെപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതുപോലെ ഹൈ ലിക്വിഡ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും. അതുകൊണ്ടാണ് ഈ ഹൈ ലിക്വിഡ് ആയിട്ടുള്ള ഏരിയയുടെ മുകളിലും താഴെയുമായിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ്സിൽ പറഞ്ഞതുപോലെ കളക്ട് ഓൾ ദ സെൽ സ്റ്റോപ്സ്, കൺവേർട്ടിങ് ടു ബൈ ഓർഡേഴ്സ്. അവരെന്ത് ചെയ്യുന്നു, ഈ സെൽ ഓർഡേഴ്സ് എല്ലാം ട്രിഗർ ചെയ്യിച്ചുകൊണ്ട് അത് ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ടാർഗറ്റ്സ് ടു ദ നെക്സ്റ്റ് എക്സ്റ്റേണൽ ഡ്രോ ഓൺ ലിക്വിഡിറ്റി. ഓക്കെ, നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്കായിരിക്കും പ്രൈസ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ലോങ് ആൻഡ് ഷോർട്ട് ഡം മണി ട്രാപ്ഡ്. ഓക്കെ, ലോങ്ങും ഷോർട്ടും ചെയ്ത ഡം മണീസ് ഇവിടെ ട്രാപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ലോങ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കൂ, 1 ടച്ച് 2 ടച്ച് 3 ടച്ച് 4 ടച്ച് 5 ടച്ച്. ഒരു സപ്പോർട്ട് വരുന്ന സമയത്ത് അവിടെ റിവേഴ്സായി, സപ്പോർട്ടിൽ തട്ടിയിട്ട് റിവേഴ്സായി പോകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം റീറ്റെയിലേഴ്സും ഉണ്ട്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് താഴേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം റീറ്റെയിലേഴ്സും ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ലോങ് പോയ ആളുകൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇൻ കേസ് പ്രൈസ് നേരെ താഴെ വന്ന് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, പ്രൈസ് ഒരു ഇൻഡിക്കേഷൻ തരുന്ന രീതിയിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ലോങ് പോകുന്ന ആളുകളുണ്ട്. അവരുടെ സ്റ്റോപ്പ് ലോസും കോമൺലി ഇതിന് താഴെ തന്നെയായിരിക്കും. ഓക്കെ, അവരുടെ ഈ ഒരു മൂവിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ഷോർട്ട് പോയ ആളുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഷോർട്ട് ചെയ്ത ആളുകൾ ഉണ്ടാവും. അവരുടെ സ്റ്റോപ്പ് ലോസ് ഏതായിരിക്കും, ഇതിൻ്റെ മുകളിൽ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും അതും. അപ്പോൾ എന്താണ്, 2 ഏരിയയിലേക്ക് പോയ ആളുകളും ട്രാപ്പ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതാണ് പറയുന്നത് നമ്മളുടെ
ടേർട്ടിൽ സൂപ്പ് എന്ന് പറയുന്നത് ബുള്ളിഷ് സെനാരിയോയിൽ പ്രൈസ് എന്ത് ചെയ്യും, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കളക്ട് ചെയ്യുന്നു, പ്രൈസ് മുകളിലേക്ക് റിവേഴ്സ് ചെയ്യുന്നു. നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ ആ മാനിപ്പുലേഷൻ ബ്ലോക്കിലേക്ക് പ്രൈസ് റീട്രേസ് ചെയ്യുന്നു. അവിടെ നിന്നായിരിക്കണം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഏതായിരിക്കും, അവിടെ ആയിരിക്കണം ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കളക്ടിങ് ഓൾ ദ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ബൈ ഓർഡേഴ്സ്, ടാർഗറ്റ് ടു ദ നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ലോങ് ആൻഡ് ഷോർട്ട് ഡം മണീസ് ആർ ട്രാപ്ഡ്. മനസ്സിലായല്ലോ. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മാർക്കറ്റിൽ ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം എന്ന് പറയുന്നത് പോലെ യൂട്യൂബിനും ഒരു അൽഗോരിതം ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് ആത്മാർത്ഥമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അങ്ങനെ നമ്മൾ ബുള്ളിഷ് സെനാരിയോ പറഞ്ഞതുപോലെ തന്നെ ടേർട്ടിൽ സൂപ്പ് നമ്മൾ ബെയറിഷ് സെനാരിയോയിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെ എന്താണ്, ഇവിടെ സ്മാർട്ട് മണീസ് എപ്പോഴും ആ റെസിസ്റ്റൻസിൻ്റെ മുകളിലായിരിക്കും അവരുടെ ആക്ഷൻസ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് എന്താണ്, ആദ്യം തന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഒരു ഹൈ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, ഡം മണീസ് ആക്റ്റീവ് ചെയ്യുന്നു. അതായത് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്ത ഈ ഡം മണീസ് എന്ത് ചെയ്യുന്നു, ആക്റ്റീവ് ആകുന്നു. ഓക്കെ, ആക്റ്റീവ് ആകുന്നു മീൻസ് എന്ത് ചെയ്യുന്നു, അവരവിടെ ലോങ് ഇനീഷ്യേറ്റ് ചെയ്ത് തുടങ്ങുന്നു വിത്ത് വോളിയം കൺഫോർമേഷനോടോ അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ പാറ്റേൺസോ എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട്. ആക്ച്വലി എന്താണ്, ഇവിടെ സ്മാർട്ട് മണീസ് എന്ത് ചെയ്യുന്നു, സ്മാർട്ട് മണീസ് ഈ റേഞ്ചിൻ്റെ മുകളിലുള്ള സ്മാർട്ട് മണീസ് എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള എല്ലാ ബൈ സ്റ്റോപ്സും കളക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, പ്രൈസിനെ താഴേക്ക് റിവേഴ്സ് ചെയ്യിക്കുന്നു. ഓക്കെ, ബിക്കോസ് ഓഫ് റീറ്റെയിലേഴ്സിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു, അവിടെ ഫോൾസ് ബ്രേക്ക് ഔട്ട് വരുന്നു. ഇവിടെ ആക്ച്വലി എന്താണ്, മുകളിലെ ഫുൾ ലിക്വിഡിറ്റി, മുകളിലെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് മുകളിൽ ഇവിടെ നിന്ന് ഷോർട്ട് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ഷോർട്ട് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ഷോർട്ട് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ഷോർട്ട് വന്നിട്ടുണ്ട്. സെല്ല് ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്താണ്, ബൈ ഓർഡേഴ്സ് ആയിരിക്കും. ആ ബൈ ഓർഡേഴ്സ് എല്ലാം കോമൺ ആയിട്ട് എന്താണ് ഇതിൻ്റെ മുകളിലുണ്ട്. ഇവിടെ സ്മാർട്ട് മണീസ് എന്ത് ചെയ്യും, ഈ സെൽ ഓർഡേഴ്സ് എല്ലാം ഇവിടെയുള്ള ബൈ ഓർഡേഴ്സ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ബൈ ഓർഡേഴ്സ് സെൽ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് അവർ സെൽ ഓർഡേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യും. ഓക്കെ, അത് മൂലമാണ് ആക്ച്വലി എന്ത് വരുന്നത്, ഇവിടെ ബ്രേക്ക് ഔട്ട് വരുന്നു, ഫോൾസ് ബ്രേക്ക് ഔട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ടേർട്ടിൽ ട്രേഡർ എന്താണ് ചെയ്യുന്നത്, അവിടെ നമ്മൾ ബ്രേക്ക് ഔട്ടിന് എഗെയിൻസ്റ്റ് അല്ലേ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫോൾസ് ബ്രേക്ക് ഔട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് എന്താണ്, ഇവിടെ പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നു, റിവേഴ്സൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നു, എന്താണ് നമുക്ക് മാനിപ്പുലേഷൻ ലെഗ് കിട്ടുന്നു. ഇതെന്താണ്, മാനിപ്പുലേഷൻ ലെഗാണ്. മാനിപ്പുലേഷൻ ലെഗ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ ഹൈ, നമ്മളുടെ ഈ ഒരു സ്വിങ് ഹൈ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ ആക്ച്വലി നമ്മളുടെ മാനിപ്പുലേഷൻ ലെഗ്. ഈ മാനിപ്പുലേഷൻ ലെഗിലായിരിക്കും നമ്മളുടെ ഓർഡർ ബ്ലോക്കോ FEGO എല്ലാം കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മാനിപ്പുലേഷൻ ബ്ലോക്കിലേക്ക് എഗെയിൻ പ്രൈസിൻ്റെ ഒരു ഷോർട്ട് ടൈം കറക്ഷൻ വരും. അവിടെ നിന്നായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അതായത് നമ്മൾ സെല്ലല്ലേ ചെയ്തത്, റെസിസ്റ്റൻസ് നിന്ന് സെല്ലാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ നമ്മളിവിടെ മാനിപ്പുലേഷൻ വന്ന ഏരിയ നോക്കും നിങ്ങൾ. ഈ മാനിപ്പുലേഷൻ ലെഗിലായിരിക്കണം നമ്മളുടെ എൻട്രി വരേണ്ടത്. മോർ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ സ്മാർട്ട് മണീസ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത് നമ്മളുടെ റേഞ്ചിൻ്റെ ഹൈയിലാണ്. എന്തൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്, കളക്ട് ഓൾ ദ ബൈ സ്റ്റോപ്സ്. നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ബൈ ഓർഡേഴ്സും അവിടെ കളക്ട് ചെയ്യുന്നു, അത് കൺവേർട്ടഡ് ഇൻ ടു സെൽ ഓർഡർ ആക്കി മാറ്റുന്നു. ടാർഗറ്റ് ടു ദ നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ഡ്രോ ഓൺ ലിക്വിഡിറ്റി. ഇവിടെ നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഏതാണ്, ഇവിടെ നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് താഴെയുള്ള എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ലോങ് ആൻഡ് ഷോർട്ട് ഡം മണീസ് ആർ ട്രാപ്ഡ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വൈസ് വേഴ്സ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ലോങ് പോയ ഡം മണി എന്ന് പറയുമ്പോൾ എന്താണ്, നോക്ക് നിങ്ങൾ, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത സമയത്ത് മുകളിലേക്ക് എടുത്ത ആളുകൾ ട്രാപ്പായിട്ടില്ലേ, പ്രൈസ് റിവേഴ്സ് വരുന്ന സമയത്ത് ഓൾറെഡി അവർ തന്നെ പാനിക്കായിട്ട് സെല്ലാക്കിയിട്ടുണ്ടാവും, അവരുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ ഹിറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഷോർട്ട് പോയതെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ റീറ്റെയിലേഴ്സ് ഒന്നെങ്കിൽ ബൈ ചെയ്യും, സെല്ല് ചെയ്യും. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യും, പ്രൈസ് നേരെ വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്ത് നമ്മളിവിടെ റെസിസ്റ്റൻസ് എടുത്ത് പ്രൈസ് ഒരു റിവേഴ്സൽ കാണുന്ന സമയത്ത് ഒരുപാട് പേര് ഇവിടെ എന്ത് ചെയ്യും, ഷോർട്ട് ചെയ്യും. അഗെയിൻ അവരുടെ സ്റ്റോപ്പ് ലോസ് കോമൺ ആയിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും, അതും ടേക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, രണ്ട് ഡയറക്ഷനിലേക്ക് പോയ ഡം മണീസും എന്തായിട്ടുണ്ട്, ട്രാപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെന്താണ് ബൈ സെനാരിയോയിലും ലോങ് സെനാരിയോയിലും ഷോർട്ട് സെനാരിയോയിലും പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കോമൺലി പറഞ്ഞ കാര്യത്തിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്മാർട്ട് മണീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നത് എപ്പോഴും എന്താണ്, ഒരു റേഞ്ചിൻ്റെ ഹൈയിലും ആണ്. ഓക്കെ, അതായത് എന്താണ്, സ്മാർട്ട് മണീസ് ഓപ്പറേറ്റ് ഹൈ ലിക്വിഡ് ഏരിയാസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്മാർട്ട് മണീസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എപ്പോഴും എന്താണ്, ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അവരുടെ ഷോർട്ട് എൻട്രീസ് എല്ലാം നോക്കും നിങ്ങൾ, അവരെപ്പോഴും എന്താണ്, അവരുടെ ഷോർട്ട് എൻട്രീസ് എല്ലാം അവരെന്തായിരിക്കും, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂൾസ് ആയിട്ടുള്ള ഹൈ ലിക്വിഡ് ആയിട്ടുള്ള ഏരിയാസിലായിരിക്കും
അവരുടെ ആക്ഷൻസ് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു റേഞ്ചിൻ്റെ താഴെ അവിടെയായിരിക്കും എപ്പോഴും എന്താ ചെയ്യുന്നത്, സ്മാർട്ട് മണീസ് ഓപ്പറേറ്റ്സ് ഹൈ ലിക്വിഡിറ്റി ഏരിയാസ്, ദാറ്റ് മീൻസ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അവരുടെ ലോങ്ങും ഷോർട്ടും പോകുന്നത് എപ്പോഴും എന്തായിരിക്കും, ലോങ് പോകുന്നത് എപ്പോഴും എവിടെയായിരിക്കും, കൂടുതൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയ അല്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏത് ഏരിയയിലാണ് കൂടുതലുള്ളത് അവിടെയായിരിക്കും അവർ ലോങ് പോകുന്നത്. അതുപോലെ അവർ ഷോർട്ട് പോകുന്നത് എപ്പോഴും ഒരുപാട് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ ഏതാണ് അവിടെയായിരിക്കും. ബിക്കോസ് ഓഫ് എന്താണ്, നമുക്ക് എപ്പോഴും ബൈ ആണ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ കൗണ്ടർ ഓർഡേഴ്സ് വേണം. നമ്മൾ സെല്ലാ ചെയ്യുന്നെങ്കിൽ അവിടെ ബൈ ഓർഡേഴ്സ് വേണം. നമ്മൾ ബൈ ആ ചെയ്യുന്നെങ്കിൽ അവിടെ സെൽ ഓർഡേഴ്സ് വേണം. അപ്പോൾ ഇവർക്ക് ഇതുപോലെ ലാർജ് ക്വാണ്ടിറ്റീസ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ അത്ര തന്നെ കൗണ്ടർ ഓർഡേഴ്സ് വേണം. ഓക്കെ, പക്ഷേ എന്താണ് ഇവിടെ നിങ്ങൾ നോക്കിയെങ്കിൽ നമ്മുടെ ഡം മണീസ് എന്താണ്, ഡം മണീസ് എപ്പോഴും എന്താണ്, ഡം മണീസ് ഓപ്പറേറ്റ്സ് ബേസ്ഡ് ഓൺ ദ സപ്പോർട്ട് റെസിസ്റ്റൻസ് സ്റ്റാർട്ട് പാറ്റേൺസ്. ഇതൊക്കെ എവിടെയാണ് വരുന്നത്, ഈ ഒരു ഈ ഒരു കൺസോൾട്ടേഷൻ ആയിട്ടുള്ള ഏരിയാസിലായിരിക്കും കൂടുതലായിട്ട് ഇതുപോലെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്താണ്, നമുക്ക് ഈ ഒരു പിക്ചറിൽ വ്യക്തമായിട്ട് മനസ്സിലാവേണ്ട കാര്യം എന്താണ്, ഡം മണീസിൻ്റെ മുകളിലും താഴെയുമായിട്ടായിരിക്കും സ്മാർട്ട് മണീസ് ചെയ്യുന്നത്. അതായത് ഡം മണീസിൻ്റെ മുകളിൽ എന്ന് പറയുമ്പം മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് ഏരിയയും, അതുപോലെ താഴെ എന്ന് പറയുമ്പോൾ എന്താണ്, താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് ഏരിയ. മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഷോർട്ട് ചെയ്തവന്മാരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് മുകളിലും ലോങ് പോയവന്മാരുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് താഴെ ആ ഒരു സപ്പോർട്ടിൻ്റെ താഴെയായിരിക്കും. അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏറ്റവും കൂടുതൽ വെക്കുന്ന ഏരിയ ഏതായിരിക്കും, അവിടെയായിരിക്കും സ്മാർട്ട് മണി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്നത്, സ്മാർട്ട് മണീസിൻ്റെ ആക്ഷൻസ് കാണുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇനി അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പവർ ഓഫ് 3 ആയിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്കിതെല്ലാം നോക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ സ്മാർട്ട് മണീസിനെയും ഡം മണീസിനെയും കുറിച്ച് ഇവിടെ കുറച്ച് നേരമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡം മണി എന്ന് പറഞ്ഞൊരു നല്ലൊരു മൂവി ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഡം മണി എന്ന് പറഞ്ഞ ഒരു മൂവി ഉണ്ട്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെ ഒരു യൂട്യൂബറുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഡ്രാസ്റ്റിക്കലി റാലി നടത്തുന്നു. ഈ സ്റ്റോക്ക് ഷോർട്ട് ചെയ്ത സ്മാർട്ട് മണീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കിട്ടുന്ന 8ൻ്റെ പണിയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഓക്കെ, റിയലി നടന്ന ഒരു സിനിമ തന്നെയാണ്, റിയലി നടന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിനിമയാണ്. നമ്മളുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനായിട്ട് കോറിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിനിമ സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഓക്കെ, അങ്ങനെ നമ്മൾ ടേർട്ടിൽ സൂപ്സിനെ കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ICT പവർ ഓഫ് 3 അല്ലെങ്കിൽ ICT AMD അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതായത് AMD is a cycle that describe how institutional traders, that means smart money, operate in the market. നമുക്ക് ഈ ഒരു സൈക്കിൾ വെച്ചുകൊണ്ട് നമുക്ക് ഏകദേശം മനസ്സിലാക്കിയെടുക്കാം എങ്ങനെയാണ് സ്മാർട്ട് മണീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ എന്തായിരിക്കും, ഒരു അക്യുമുലേഷൻ ഫേസ് ആയിരിക്കും. ഈ അക്യുമുലേഷൻ ഫേസിൽ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് പൊസിഷൻസ് ക്വയറ്റ്ലി. അത് ലോങ് പൊസിഷൻസ് ആവാം, ഷോർട്ട് പൊസിഷൻസ് ആവാം, കോസിങ് ലിറ്റിൽ പ്രൈസ് മൂവ്മെൻറ്റ്. ഓക്കെ, ഈ ക്വയറ്റ്ലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവരെപ്പോഴും ഞാൻ പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് റീറ്റെയിലേഴ്സിനായിട്ട് നമ്മൾ വേർതിരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ എക്സിക്യൂഷനുള്ള ഡിഫറൻസ് മാത്രമാണ്. ഓക്കെ, അതുകൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, മേജർ ഡിഫറൻസ് പറയുന്നത് അവർ ലാർജ് ക്വാണ്ടിറ്റിയിലായിരിക്കും എക്സിക്യൂഷൻ, നമ്മൾ സ്മോൾ ക്വാണ്ടിറ്റിയിലായിരിക്കും നമ്മളുടെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നത് എപ്പോഴും ക്വയറ്റ്ലി ആയിരിക്കും, അല്ലെങ്കിൽ വോളിയത്തിൽ ഇമ്പാക്റ്റ് വരാതെ ഗ്രാജുവലി ആയിരിക്കും അവർ ബൈ ചെയ്യുന്നത്. ഈ ഗ്രാജുവലി ബൈ ചെയ്യുന്ന അല്ലെങ്കിൽ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്ന ഇത് ഒരു അക്യുമുലേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ഫോമിലായിരിക്കും. അതാണ് ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത്, അക്യുമുലേഷൻ ആയിരിക്കും. കാരണം പൊസിഷൻ ബിൽഡിംഗ് ക്വയറ്റ്ലി. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മാനിപ്പുലേഷൻ. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവ് ദ പ്രൈസ് ടു ട്രിഗേഴ്സ് റീറ്റെയിൽ സ്റ്റോപ്പ് ലോസ് ആൻഡ് ക്രിയേറ്റ് ലിക്വിഡിറ്റി. അതായത് ഞാൻ പറഞ്ഞു, പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നത് അക്യുമുലേഷൻ ഫോമിലായിരിക്കും. ഈ അക്യുമുലേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മുകളിൽ റെസിസ്റ്റൻസ്, താഴെ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ സപ്പോർട്ടിൻ്റെ മുകളിലും സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, റെസിസ്റ്റൻസിൻ്റെ താഴെയും സപ്പോർട്ടിൻ്റെ താഴെയും സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവാം, റെസിസ്റ്റൻസിൻ്റെ മുകളിലും ഓർഡേഴ്സ് ഉണ്ടാവാം. ഓക്കെ, പക്ഷേ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് റെസിസ്റ്റൻസും സപ്പോർട്ടും ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇൻ കേസ് പ്രൈസിന് മുകളിലേക്കാണ് പോകേണ്ടതില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഡെൻറ്റ് മുകളിലേക്കാണെങ്കിൽ അക്യുമുലേഷൻ ലോ ആയിട്ടുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടായിരിക്കും പ്രൈസ് മുകളിലേക്ക് നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പോകുന്നത്.
അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് സെല്ലാണെങ്കിൽ എന്താണ്, പ്രൈസ് ആദ്യം ടേക്ക് ഔട്ട് ചെയ്യുന്നത് ഹൈ ആയിരിക്കും. അതായത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അതായത് റെസിസ്റ്റൻസിൻ്റെ മുകളിലെ ലിക്വിഡിറ്റീസ് കളക്ട് ചെയ്തുകൊണ്ട് ആയിരിക്കും പ്രൈസ് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റിയിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ അക്യുമുലേഷൻ പറഞ്ഞു, മാനിപ്പുലേഷൻ പറഞ്ഞു. ഇനി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത് എന്താണ്, വെൻസ് പൊസിഷൻസ് ആർ ഫിൽഡ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് എവിടെയായിരിക്കും, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും. ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും ആ റാലി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ആഫ്റ്റർ മാനിപ്പുലേഷൻ. അതുകൊണ്ട് തന്നെ വൺസ് പൊസിഷൻസ് ആർ ഫിൽഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സിറ്റ്, ആ ഒരു റാലിക്ക് ശേഷം എക്സിറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷനായിട്ട് മാർക്ക് ചെയ്യുന്നത്, കോസിങ് സിഗ്നിഫിക്കൻറ്റ് പ്രൈസ് മൂവ്മെൻറ്റ്. ആ സിഗ്നിഫിക്കൻറ്റ് പ്രൈസ് മൂവ്മെൻറ്റിന് ശേഷമുള്ള ആ ഒരു ഏരിയ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇവിടെ നിങ്ങൾ നോക്കൂ, അണ്ടർസ്റ്റാൻഡിംഗ് ദ AMD സൈക്കിൾ ഹെൽപ്സ് ദ ട്രേഡേഴ്സ് ഐഡന്റിഫൈ ദ ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ്, എസ്പെഷ്യലി വെൻ എൻട്രിങ് ആഫ്റ്റർ ദ മാനിപ്പുലേഷൻ ഫേസ് ഓർ ഡ്യൂറിങ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ എഴുതി കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വരച്ച് കാണിച്ചിട്ടില്ല, എഴുതി കാണിച്ച കാര്യങ്ങൾ നമ്മൾ പിക്ചറൈസ് ചെയ്തിട്ട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പവർ ഓഫ് 3 നമുക്ക് എന്താണ്, ഒരു ബുള്ളിഷ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പിക്ചറിൽ നമ്മൾ AMD പാറ്റേൺ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എന്താണ്, ഒരു അക്യുമുലേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു അക്യുമുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നമ്മൾ ബുള്ളിഷ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് ലോങ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ലോങ് പൊസിഷൻസ് ഇങ്ങനെ ഗ്രാജുവലി ബിൽഡ് ചെയ്യും. ഓക്കെ, അതാണ് അക്യുമുലേഷൻ. ഓക്കെ, ഈ ഗ്രാജുവലി ബിൽഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വിത്തൗട്ട് പ്രൈസ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ പ്രൈസിനൊരു സ്പൈക്ക് വരാതെ ഗ്രാജുവലി ആയിട്ട് വോളിയത്തിലും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് വരാതെ അവർ ചെയ്യുന്നത്. കാരണം എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ ചെയ്തു എന്ന് ഒരാൾ അറിയരുത്. അതിനാണ് ക്വയറ്റ് ആയിട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, മാനിപ്പുലേഷൻ ഫേസ്. ഈ മാനിപ്പുലേഷൻ ഫേസിൽ എന്താണ് നമ്മൾ പറഞ്ഞ അക്യുമുലേഷൻ ലോ ടേക്ക് ഔട്ട് ചെയ്തും കൊണ്ടായിരിക്കും പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. അതിനുശേഷം എന്താണ്, മാനിപ്പുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ മുകളിലേക്ക് എന്തായിരിക്കും, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഉണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്തു, റീട്രേസ്മെൻറ്റ് ഉണ്ടാവും. റീട്രേസ്മെൻറ്റ് എവിടേക്കായിരിക്കും, നമ്മളുടെ മാനിപ്പുലേഷൻ നടന്ന മാനിപ്പുലേഷൻ ലെഗിലേക്കായിരിക്കും എന്ത് വരുന്നത്, ആ ഒരു റീട്രേസ്മെൻറ്റ് വരുന്നത്, ഷോർട്ട് ടൈം റീട്രേസ്മെൻറ്റ്. ഈ മാനിപ്പുലേഷൻ ലെഗിലാണ് നമ്മളുടെ ഓർഡർ ബ്ലോക്ക്, നമ്മളുടെ ഫെയർ വാല്യൂ ഗ്യാപ്സ്, നമ്മളുടെ എല്ലാ PDR റൈസും, നമ്മളുടെ ഒട്ടുമിക്ക PDR മാട്രിക്സും വരുന്നത് മാനിപ്പുലേഷൻ ലെഗിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, മാനിപ്പുലേഷൻ എൻട്രി എടുത്ത് ആ എൻട്രി ഫില്ലായി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആക്ച്വലി എന്ത്, ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പും ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കൂ, പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസ് ആദ്യം തന്നെ ഒരു അക്യുമുലേഷൻ ഫേസിലേക്ക് വരുന്നു. പ്രൈസ് എന്ത് ചെയ്യുന്നു, ഒരു അക്യുമുലേഷൻ ഫേസിലേക്ക് വരുന്നു. നമ്മളെപ്പോഴും പറഞ്ഞതുപോലെ അക്യുമുലേഷൻ ഫേസിൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്യുന്നു, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും, അതുപോലെ അക്യുമുലേഷൻ ലോൻ്റെ താഴെയായിട്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. പ്രൈസിൽ നിങ്ങൾ നോക്കൂ, ഒരു ബുള്ളിഷ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ലോങ് ആണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് ലോങ് ആണെങ്കിൽ അവർ ടേക്ക് ഔട്ട് ചെയ്യുന്ന ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സെൽ സ്റ്റോപ്സ് ആണ്. കാരണം അവർക്ക് എന്ത് വേണം, അവർക്ക് ബൈ ചെയ്യാൻ അവർക്ക് എന്ത് വേണം, ഹൈ ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ അവിടെ കൗണ്ടർ ഓർഡർ ആയിട്ട് എന്ത് വേണം, സെൽ ഓർഡർ വേണം. സെൽ ഓർഡർ കിടക്കുന്നത് എവിടെയാണ്, താഴെയാണ്, ഇവിടെയാണ്. ബിക്കോസ് ഓഫ് ഇവിടുന്ന് ബൈ വന്നിട്ടുണ്ട്. കോമൺ ആയിട്ട് ബൈ ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും, ഇതിന് താഴെയായിരിക്കും. ആ സെൽ സ്റ്റോപ്സ് എല്ലാം എടുത്തുകൊണ്ട് അത് ബൈ ഓർഡേഴ്സായി കൺവേർട്ട് ചെയ്തും കൊണ്ട് ആയിരിക്കും പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നോക്കൂ, നിങ്ങളിവിടെ CISD, ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി, എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. CISD എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്താണ്, റെഫേഴ്സ് ടു ഷിഫ്റ്റ് ഇൻ മാർക്കറ്റ് ബിഹേവിയർ ദാറ്റ് സിഗ്നൽ എ ചേഞ്ച് ഇൻ മാർക്കറ്റ് സ്ട്രക്ചർ ഇൻഡിക്കേറ്റിംഗ് എ പൊട്ടൻഷ്യൽ റിവേഴ്സൽ ഓർ കണ്ടിന്യൂഷൻ. ഇറ്റ് ഷോസ് ദ മാർക്കറ്റ് ചേഞ്ചിങ് ഇറ്റ്സ് അപ്രോച്ച് ആഫ്റ്റർ എ കൺസോൾട്ടേഷൻ ഓർ ട്രെൻഡ്. സിംപ്ലി നോക്കേണ്ട ആവശ്യമില്ല. ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രൈസ് റിവേഴ്സ് ചെയ്തിട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്ന ലെഗിനെയാണല്ലോ നമ്മൾ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിക്ക് ശേഷമാണ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കൺഫേം ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ബുള്ളിഷ് പെർസ്പെക്റ്റീവിൽ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബെയറിഷ് പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ബെയറിഷ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, വലിയ രീതിയിലുള്ള ഒരു മാറ്റവും ഇല്ല. എന്താണ്, പ്രൈസ് എന്ത് ചെയ്തു, ആദ്യം തന്നെ അക്യുമുലേഷൻ ഫോം ആവുന്നു, അതിനുശേഷം മാനിപ്പുലേഷൻ ഫോം ആവുന്നു, അതിനുശേഷം പ്രൈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ടു ഡൗൺ സൈഡ്, അതിനുശേഷം എന്ത് ചെയ്തു, റീട്രേസ്മെൻറ്റ് ടു മാനിപ്പുലേഷൻ ലെഗ്, അതിനുശേഷമാണ് നമ്മളുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലെഗ് വരുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ്, ആദ്യം തന്നെ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഒരു അക്യുമുലേഷൻ ചെയ്യുന്നു. അക്യുമുലേഷൻ്റെ മുകളിൽ ബൈ സ്റ്റോപ്പും അക്യുമുലേഷൻ്റെ താഴെ സെൽ സ്റ്റോപ്പുമായിരിക്കും.
പ്രൈസ് എന്ത് ചെയ്യുന്നു? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് ബെയറിഷ് പെർസ്പെക്റ്റീവിൽ ഷോർട്ട് ആയിരിക്കും. അപ്പം ഷോർട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ കൗണ്ടർ ഓർഡേഴ്സ് ആയിട്ടുള്ള ബൈ ഓർഡേഴ്സ് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബൈ ഓർഡേഴ്സ് വരുന്നത് റെസിസ്റ്റൻസിലാണ്. ബിക്കോസ് ഓഫ് ഇവിടുന്ന് ഷോർട്ട് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ഷോർട്ട് വന്നിട്ടുണ്ട്, ഇവിടെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്, എഗെയിൻ സ്മോളർ ആയിട്ടുള്ള ഇവിടെ ഷോർട്ട്. ഈ ഷോർട്ട് ചെയ്ത ആളുകളുടെ ഒക്കെ, അതായത് നിങ്ങൾ നോക്കുക, സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈ ആണ്. ബൈ ഓർഡർ വെക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും ഹൈയിലായിരിക്കും. ആ ഹൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡേ ഹൈ ആയിരിക്കും, വീക്ക് ഹൈ ആയിരിക്കും, സ്വിങ് ഹൈ ആയിരിക്കും, റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ആ ബൈ ഓർഡേഴ്സ് എല്ലാം കൂടി കൺവേർട്ട് ചെയ്തുകൊണ്ട് സെൽ ഓർഡേഴ്സ് ആയിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ലോജിക്കാണ് നമ്മൾ ICT-PO3 അല്ലെങ്കിൽ പവർ ഓഫ് 3യിൽ ബെയറിഷ് പെർസ്പെക്റ്റീവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് CISD, ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയുടെ മീനിങ് എന്ന് പറയുന്നത് it refers to shift in market behavior that signals a change in market structure, indicating a potential reversal or continuation. It shows the market changing its approach after a consolidation or a trend. Simply പറയുകയാണെങ്കിൽ CISD എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് പെട്ടെന്ന് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി. ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന ലിക്വിഡിറ്റി പറഞ്ഞാൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ഓപ്പോസിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് ബെയറിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി. ഓക്കെ, ബുള്ളിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡിറ്റി സ്വീപ്പ്. എന്ത് ലിക്വിഡിറ്റിയാണ് സ്വീപ്പ് ചെയ്യുന്നത്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ്. അതാണ് ബുള്ളിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മൾ ടേർട്ടിൽ സൂപ്പ് മനസ്സിലാക്കുന്നതിന് മുന്നേ AMD മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ബുള്ളിഷ് AMDയും ബെയറിഷ് AMDയും നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ വ്യക്തമായിട്ട് പറഞ്ഞു. ഡൗട്ട് ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ടേർട്ടിൽ സൂപ്പ് പറയുന്നതിന് മുന്നേ രണ്ട് എലമെൻറ്റ്സ് കൂടി പറയേണ്ടതുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എലമെൻറ്റ്സ് കൂടി പറയേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ ടേർട്ടിൽ സൂപ്പ് എന്താണെന്നൊന്നും കൂടി നോക്കുകയാണെങ്കിൽ, ടേർട്ടിൽ സൂപ്പ് ഈസ് ഓൺലി ടേർട്ടിൽ സൂപ്പ് വെൻ യു ഹാവ് ആൻ എക്സ്റ്റേണൽ ഡ്രോ. ഓക്കെ, നമുക്കെന്താണ്? നമുക്ക് ഇൻറ്റേർണലി ഒരു റേഞ്ച് വന്ന് എക്സ്റ്റേണലിയും കൂടി നമുക്കെന്താണ്? ഒരു എക്സ്റ്റേണൽ ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം. എന്നിരുന്നാലേ അത് ടേർട്ടിൽ സൂപ്പായിട്ട് മാറൂ. അതായത് നമ്മളുടെ എക്സ്റ്റേണൽ ഡ്രോ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കണം. അതായിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ബൈയിങ് ഓർ സെല്ലിങ് ഇൻ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ടു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. നമ്മളെന്താണ്? ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ടു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ആ രീതിയിലായിരിക്കും. അതായത് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ആയിരിക്കും ടേർട്ടിൽ സൂപ്പിൽ ആക്ഷൻസ് വരുന്നത് വെൻ ഓൾറെഡി ഹാവ് ആൻ എക്സിസ്റ്റിംഗ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി. അതാണ് നമ്മൾ പറഞ്ഞ എക്സ്റ്റേണൽ ഡ്രോ ഓൺ ലിക്വിഡിറ്റി. അതുപോലെ വി ആർ ലുക്കിംഗ് ടു സെൽ എബോവ് ദ ഓൾഡ് ഹൈ. നമ്മൾ ഓരോ ഓൾഡ് ഹൈ, അതായത് നമ്മളുടെ റെസിസ്റ്റൻസ്, സ്വിങ് ഹൈ, റെസിസ്റ്റൻസ്, ഈ ഒരു ഹൈസിൻ്റെ മുകളിൽ നമ്മളെപ്പോഴും സെല്ലാണ് നോക്കുന്നത്. അതായത് സെൽ എൻട്രി എന്ന് പറയുന്നത് ആഫ്റ്റർ മാനിപ്പുലേഷൻ, അതായത് അവിടെ എന്താണ്? ഒരു ഫോൾസ് ബ്രേക്ക് ശേഷമായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. അതുപോലെ ബൈ ബിലോ ദ ഓൾഡ് ലോ, അതായത് ബൈയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ ഓൾറെഡി ബ്രേക്ക് ചെയ്ത്, അതായത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അവിടെ ഫോൾസ് ബ്രേക്ക് ഔട്ടിൻ്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്തും കൊണ്ടായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ കൗണ്ടർ ട്രേഡ് ആണ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നമുക്ക് 2 രീതിയിൽ ലോസ് ഫോം ആയിട്ടുണ്ട്. ഫസ്റ്റ് ഇമേജിൽ കാണുന്നത് എന്താണ്? ഇത് ഈക്വൽ ലോ ആണ്. അതുപോലെ രണ്ടാമത് നമ്മളിത് കാണുന്നത് എന്താണ്? അത് റിലേറ്റീവ് ഈക്വൽ ലോ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈക്വൽ ലോ, അതുപോലെ എന്താണ് റിലേറ്റീവ് ഈക്വൽ ലോ. ഇപ്പം നിങ്ങൾ ഈ ഫസ്റ്റ് ഇമേജിൽ കാണുന്ന പോലെ എന്താണ്? കറക്റ്റ് ഒരു ഡബിൾ ബോട്ടം പോലെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ്? ഈക്വൽ ലോ എന്ന് പറയുന്നത്. ഈക്വൽ ലോ എന്ന് പറയുന്നത് ഒരു ഹൈലി ലിക്വിഡിറ്റി പൂളാണ്. ബിക്കോസ് ഓഫ് എന്താണ്? ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്. ഓക്കെ, ഇതെന്തായിരിക്കും? ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഈ സപ്പോർട്ടിൻ്റെ താഴെ നല്ല രീതിയിൽ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവും. കാരണം ഇവിടുന്നൊക്കെ ബൈ ചെയ്യുന്ന ആളുകളുടെ ഒക്കെ ഒരു കോമൺ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ സ്വിങ് ലോയുടെ താഴെയായിരിക്കും. ഈ സ്വിങ് ലോ നല്ല രീതിയിലുള്ള സ്വിങ് ലോ ആണെന്ന് അവർ ബോധ്യപ്പെടുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ദർ ഈസ് ഇവിടെ അഗെയിൻ ഒരു ടച്ച് വന്നിട്ടുണ്ട്, 1 ടച്ച് 2 ടച്ച്. ഇതെന്താണ്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു SL പോയിൻ്റ് ആണെന്ന് ഉള്ള വിശ്വാസമാണ് ഇത് ലിക്വിഡിറ്റി പൂളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ മേജർ ആയിട്ടുള്ള റീസൺ. അതുപോലെ എന്താണ്? റിലേറ്റീവ് ഈക്വൽ ലോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇത് ടച്ചഡ് ആയിരിക്കില്ല, പക്ഷേ അറൗണ്ട് ഈ ഒരു രീതിയിലായിരിക്കും. അതായത് ഇവിടെ നിന്നും ബൈ വന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെ നിന്നും ബൈ വന്നിട്ടുണ്ട്. കോമൺലി സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ ഉണ്ടാവും. ഓക്കെ, അതുപോലെ ഇവിടുന്നൊക്കെ ബൈ ചെയ്യുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ ഉണ്ടാവും. കുറച്ചുകൂടി സേഫറായിട്ട് നോക്കുന്ന ഒരാൾ ഈ ഒരു ലോ ഉണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കോമൺലി റിലേറ്റീവ് ഈക്വൽ ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലോയുടെ ബേസിൽ ഈക്വൽ ലോയും റിലേറ്റീവ് ഈക്വൽ ലോയും നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഹൈ നോക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ഫസ്റ്റ് ഇമേജിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഈക്വൽ ഹൈസ് ആണ്. ഓക്കെ, രണ്ടാമതിൽ നമ്മൾ കാണുന്നത് റിലേറ്റീവ് ഈക്വൽ ഹൈസ് ആണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ എലമെൻറ്റ് 1 പഠിച്ചു. ഈക്വൽ ലോയും റിലേറ്റീവ് ഈക്വൽ ലോയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയേണ്ടതായിട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ലിക്വിഡിറ്റീനെ ഞാനൊരു 3 പോയിന്റ്സ് ആയി കൊടുത്തിട്ടുണ്ട്. ഈ 3 പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. നമ്മളുടെ മെയിൻ പോയിന്റ് ആയിട്ട് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ലിക്വിഡിറ്റീനെ നമ്മളെന്താണ് പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റിയും അതുപോലെ ടൈം ബേസ്ഡ് ലിക്വിഡിറ്റിയുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പലർക്കും അറിയാത്ത കാര്യമാണിത്, പലർക്കും അറിയാത്ത കാര്യമാണ്. നിങ്ങൾക്ക് ലിക്വിഡിറ്റി എപ്പോഴും പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റിയും അതുപോലെ ടൈം ബേസ്ഡ് ലിക്വിഡിറ്റിയും ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ആ ലിക്വിഡിറ്റി പോയിന്റ്സ് എന്താണ് മെയിനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിറ്റി എപ്പോഴും പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ബിക്കോസ് ഓഫ് അതെന്തൊക്കെയാവാം? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആവാം, സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോ ആയിരിക്കും, ഈക്വൽ ഹൈ ഈക്വൽ ലോ ആയിരിക്കും, അതുപോലെ റിലേറ്റീവ് ഈക്വൽ ഹൈ ആൻഡ് ഈ റിലേറ്റീവ് ഈക്വൽ ലോ ആയിരിക്കും. ഓക്കെ, അതുപോലെ ടൈം ബേസ്ഡ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ടൈം ബേസ് ചെയ്തും കൊണ്ടാണ്. എന്താണ്? ഡേ ഹൈ ഡേ ലോ. ആ ഡേ ഹൈ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ടൈമാണ്, ഒരു ടൈം ഫ്രെയിമാണ്. ഓക്കെ, ആ ഡേ ഹൈയും ഡേ ലോയും എന്ന് പറയുന്നത് അത് ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയാണ്. പറയുന്നത് കേട്ടില്ലേ? സ്വിങ് പൊസിഷൻസിന് ഒരുപാട് പേര് ഡേ ഹൈയുടെ താഴെയായിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, ഡേ ഹൈയുടെ മുകളിലായിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. വീക്ക് ഹൈ ആൻഡ് വീക്ക് ലോ എന്താണ്? ടൈം ബേസ്ഡ് ലിക്വിഡിറ്റി പോയിന്റ്സ് ആണ്. അതുപോലെ സെഷൻ ഓപ്പൺ ആൻഡ് ക്ലോസ്, ഓപ്പൺ ചെയ്ത ഏരിയ എന്ന് പറയുന്നത് ഹൈ ലിക്വിഡിറ്റി ഏരിയാസ് ആയിരിക്കും. ഓരോ ഹിൽ സോൺസ് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈസും ലോസും എപ്പോഴും എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും, ലിക്വിഡിറ്റി പൂൾഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റിയും ടൈം ബേസ്ഡ് ലിക്വിഡിറ്റിയും ഉണ്ട്. പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സപ്പോർട്ട് റെസിസ്റ്റൻസ്, സ്വിങ് ലോസ് ആൻഡ് സ്വിങ് ഹൈസ്, ഈക്വൽ ലോ ആൻഡ് റിലേറ്റീവ് ഈക്വൽ ഹൈസ് ആൻഡ് ലോസ്. ടൈം ബേസ്ഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഡേ ഹൈ ആൻഡ് ഡേ ലോ, വീക്ക് ഹൈ ആൻഡ് വീക്ക് ലോ, സെഷൻ ഓപ്പൺ ആൻഡ് ക്ലോസ്. ഇതൊക്കെ എന്താണ്? ടൈം ബേസ്ഡ് ലിക്വിഡിറ്റിയാണ്. അപ്പം ലിക്വിഡിറ്റി തന്നെ ഇതുപോലെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റിക്കും ടൈം ബേസ്ഡ് ലിക്വിഡിറ്റിയും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ബുള്ളിഷ് ടേർട്ടിൽ സൂപ്പ് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി കമ്പൈൻ ചെയ്തും കൊണ്ടാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു ബുള്ളിഷ് ടേർട്ടിൽ സൂപ്പ് എങ്ങനെയായിരിക്കും വരുന്നത്? ആദ്യം പ്രൈസ് എന്ത് ചെയ്യുന്നു? ഒരു ലിക്വിഡിറ്റി മുകളിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ഇവിടെ ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈ വന്നിട്ടുണ്ട്. ഓക്കെ, റിലേറ്റീവ് ഈക്വൽ ഹൈ, ഒരു സ്വിങ് ഹൈ ഇവിടെയും ഒരു സ്വിങ് ലോ ഹൈ നമുക്ക് താഴെയായിട്ട് ഇതിനെ നമ്മൾ എന്താണ്? ഒരു സ്വിങ് ഹൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു? പ്രൈസ് ബ്രേക്ക് ചെയ്തു, പ്രൈസ് നേരെ താഴേക്ക് വന്ന് ഇവിടെ പ്രൈസ് എന്ത് ചെയ്യുന്നു? അക്യുമുലേറ്റിംഗ് പൊസിഷൻ നടക്കുന്നു. ഓക്കെ, പ്രൈസ് ഇവിടെ അക്യുമുലേറ്റിംഗ് പൊസിഷൻ നടക്കുന്നു. ഓക്കെ, അക്യുമുലേഷൻ പൊസിഷൻ നടക്കുന്ന സമയത്ത് എന്താണ്? നമുക്ക് നോക്കുന്നു, ഇവിടെ നമുക്ക് ഓൾറെഡി പ്രൈസ് ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇവിടെ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്യുന്നു? താഴേക്ക് വരുന്നു. ഇവിടെ നമുക്ക് എഗെയിൻ ഒരു കൺസോൾട്ടേഷൻ വരുന്നു. അപ്പം നമ്മൾ AMD പഠിച്ചത് പ്രകാരം എന്താണ്? കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആ ഒരു പൊസിഷൻസ് ബിൽഡിങ്ങിനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? നമുക്ക് ഇവിടെയുള്ള ഈ ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈ വന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്തു? നമ്മളൊരു എക്സ്റ്റേണൽ ഡ്രോ നമുക്ക് ഇവിടെ കിട്ടി. ദർ ഈസ് എ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തു. അതിനുശേഷം പ്രൈസ് നേരെ താഴേക്ക്, അതായത് ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് നേരെ വന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ നമ്മളുടെ AMD പാറ്റേൺ ഫോമായി. അതായത് നമുക്ക് എന്തായത്? ഇവിടെ അക്യുമുലേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ അക്യുമുലേഷൻ ലോയും അക്യുമുലേഷൻ ഹൈയും ഹൈലി ലിക്വിഡിറ്റി ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. മുകളിൽ എന്തായിരിക്കും? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ താഴെ എന്തായിരിക്കും? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയുമായിരിക്കും. മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. ബുള്ളിഷ് ടേർട്ടിൽ സൂപ്പിൽ എന്തായിരിക്കും? ബുള്ളിഷ് ടേർട്ടിൽ സൂപ്പിൽ പ്രൈസ് എന്ത് ചെയ്യും? ആദ്യം ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്യപ്പെടും. ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമ്മൾ ലിക്വിഡിറ്റി പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന ഒരാൾക്കാണ്, റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന ഒരാൾക്ക് ഒരു സപ്പോർട്ട് ബ്രേക്ക് ആയതായിട്ടാണ് കാണുന്നത്. ബ്രേക്ക് ചെയ്യുന്നു. അതിന് ശേഷം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? പ്രൈസ് റിവേഴ്സ് ആകും. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലാണ് നമ്മൾ എന്ത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി. അതായത് ബുള്ളിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി. എങ്ങനെയാണ്? ലിക്വിഡിറ്റി സ്വീപ്പ് പ്ലസ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ,
ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യുന്ന ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എങ്ങനെ ഫോമായി? അക്യുമുലേഷൻ ലോ ആണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയ സമയത്ത് നമുക്ക് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കിട്ടുന്നു. അതിനുശേഷമാണ് ആക്ച്വലി നമുക്ക് എന്ത് വരുന്നത്? ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് സ്ട്രക്ചർ ഷിഫ്റ്റിന് മുന്നേ കിട്ടുന്ന ഒരു ഇൻഡിക്കേഷനാണ്. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ്, താഴേക്ക് എന്ത് ചെയ്തു? റീട്രേസ്മെൻറ്റ്. പ്രൈസ് എന്ത് ചെയ്യുന്നു? നമ്മളുടെ ആ ഒരു മാനിപ്പുലേഷൻ ലെഗിലേക്ക് പ്രൈസ് വരുന്നു. ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇതിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത, അല്ലെങ്കിൽ തൊട്ട് മുന്നേ ആദ്യം തന്നെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തല്ലോ, അതായിരിക്കും നമ്മളുടെ എക്സ്റ്റേണൽ ഡ്രോ എന്ന് പറയുന്നത്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നതും അത് തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബുള്ളിഷ് ടേർട്ടിൽ സൂപ്പ് മനസ്സിലായല്ലോ. ബുള്ളിഷ് ടേർട്ടിൽ സൂപ്പിൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? അക്യുമുലേഷൻ ലോ ആയിരിക്കും. അതായത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതിനുശേഷം എന്തായിരിക്കും? പ്രൈസ് നെക്സ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു ഹൈ അല്ല. ഈ ഹൈ എന്താണ്? ഇതും ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ എന്തായിരിക്കും? പ്രൈസ് ലിക്വിഡിറ്റി റൺ ആയിരിക്കും നടത്തുന്നത്. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് റൺ ആയിരിക്കും. പക്ഷേ ടാർഗറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? എക്സ്റ്റേണൽ ഡ്രോ ആയിരിക്കും. അതായത് നമ്മളുടെ നെക്സ്റ്റ് മുകളിലുള്ള റേറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ആ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പും ലിക്വിഡിറ്റി റണ്ണും? ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത റിവേഴ്സലും, നമ്മളുടെ ലിക്വിഡിറ്റി റൺ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് സെയിം ഡയറക്ഷനിലേക്ക് പോകുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നോക്കുക, നിങ്ങളിവിടെ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആണ്. ലിക്വിഡിറ്റി സ്വീപ്പ് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ സ്വീപ്പ് ചെയ്യുന്ന ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അക്യുമുലേഷൻ ലോ ആയിട്ടുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. അങ്ങനെ ബുള്ളിഷ് ടേർട്ടിൽ സൂപ്പിൽ നമ്മളിവിടെ കാണിച്ചിട്ടുള്ള ഈ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിൽ നോക്കും നിങ്ങൾ. ആദ്യം തന്നെ പ്രൈസ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം പ്രൈസ് മുകളിൽ പോയിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? പ്രൈസ് നേരെ താഴേക്ക് ദർ കുഡ് ബി ഒരു ചെറിയ രീതിയിലൊരു കൺസൾട്ടേഷൻ. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു? ഈ ഹൈ ടേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ അഗെയിൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് താഴേക്ക്. ഇതായിരിക്കും നമ്മളുടെ എക്സ്റ്റേണൽ ഡ്രോ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ഡ്രോ. ഞാൻ പറഞ്ഞു ടേർട്ടിൽ സൂപ്പിൽ ഒരു എക്സ്റ്റേണൽ ഡ്രോ ആദ്യമേ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കും. അതിനുശേഷം പ്രൈസ് നേരെ താഴെ വന്നിട്ട് എന്ത് ചെയ്തു? ഇവിടുത്തെ ഈ ഒരു ഹൈനെ, ഇവിടെയുള്ള ഈ ഒരു ലോ എന്നെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെ അഗെയിൻ എന്ത് ചെയ്തു? ഒരു റിലേറ്റീവ് ഈക്വൽ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും റിലേറ്റീവ് ഈക്വൽ ലോ, ഇവിടെയും റിലേറ്റീവ് ഈക്വൽ ലോ. അതിനുശേഷം എന്ത് ചെയ്തു? പ്രൈസ് ഇവിടെ ഒരു അക്യുമുലേഷൻ, ഇവിടെ പ്രോപ്പർലി ഒരു അക്യുമുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഈ ഒരു റിലേറ്റീവ് ഈക്വൽ ലോ ലിക്വിഡിറ്റി ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യുന്നു. ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെയാണ് ആക്ച്വലി നമ്മളുടെ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ബുള്ളിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പാണ്. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റിലാണ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യുന്നു? FEG വന്നുള്ള ഈ FEGയുടെ 50% കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്മളുടെ ആ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ആ എക്സ്റ്റേണൽ ഡ്രോ ആണ്. അല്ലാതെ എന്താണ് ഇതാണോ? അല്ല. ഇതിൻ്റെ മുകളിൽ എന്താണ്? റൺ ഓൺ ലിക്വിഡിറ്റിയാണ് നടന്നിട്ടുള്ളത്. ലിക്വിഡിറ്റി റൺ ആണ് നടന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, മുകളിലേക്ക് ടാർഗറ്റ് പോകേണ്ടത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. അപ്പം നമ്മൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ എന്താണ്? ടേർട്ടിൽ സൂപ്പ് ഒരു ബുള്ളിഷ് സെനാരിയോയിൽ നോക്കുകയാണെങ്കിൽ ഓൾറെഡി പ്രൈസ് ഒരു എക്സ്റ്റേണൽ ഡ്രോ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും? പ്രൈസ് ബുള്ളിഷ് ടേർട്ടിൽ സൂപ്പിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യും. അതായത് എന്താണ്? ഇവിടെ പ്രൈസ് ഇത് നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ഒരു റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? ഒരു പക്കാ സപ്പോർട്ടാണ്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആളുകൾ ഇവിടെ എന്ത് ചെയ്യും? ഷോർട്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് മുകളിൽ. അതായത് നമ്മളെന്താണ്? കൗണ്ടർ ട്രെൻഡാണ് ഇവിടെ ചെയ്തത്, അല്ലെങ്കിൽ കൗണ്ടർ ട്രേഡാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ ബ്രേക്ക് ഔട്ടിൻ്റെ ഓപ്പോസിറ്റാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ കിട്ടുന്ന FEG, അല്ലെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ കിട്ടുന്ന PDRA മാട്രിക്സ്, ഈ PDRA മാട്രിക്സിലുള്ള FEG എന്നാണ് നമുക്ക് എൻട്രി വന്നിട്ടുള്ളത്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ആയിട്ടുള്ള ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? നമുക്ക് കുറച്ചുകൂടി ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൂടി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് ഓൾറെഡി ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ്? ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ രീതിയിലൊരു അക്യുമുലേഷൻ. അതിനുശേഷം പ്രൈസ് അഗെയിൻ ഇവിടെ ഒരു ഈക്വൽ ഹൈ ഫോർമേഷൻ നടത്തി.
ഓക്കെ, ഒരു ഈക്വൽ ഹൈ ഫോർമേഷൻ നടത്തി പ്രൈസ് നേരെ താഴെ വന്നു. ഇവിടെ എന്താണ്, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് റിലേറ്റീവ് ഈക്വൽ ലോ. അതിനുശേഷം വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം എഗെയിൻ പ്രൈസ് താഴെ വന്ന് റിലേറ്റീവ് ഈക്വൽ ലോ. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അബ്സല്യൂട്ട്ലി ഇതൊരു റേഞ്ചായി മാറിയിട്ടുണ്ട്. അതായത് മുകളിൽ ഈക്വൽ ഹൈയും താഴെ എന്താണ് എഗെയിൻ ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈ ആയിരുന്നു, ഒരു ഈക്വൽ ഹൈ ഫോർമേഷൻ ആയിട്ടുണ്ട്. ഈക്വൽ ഹൈ ഫോർമേഷൻ ലോ ടേക്ക് ഔട്ട് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ നിങ്ങൾ നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കൂ, ഈ ഡിസ്പ്ലേസ്മെൻറ്റിൽ FEG വന്നിട്ടുണ്ട്. ഈ FEG മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ്, FEG ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് മുമ്പ് വരുന്ന ഒരു സിഗ്നലാണ്. ഇപ്പോൾ ഈ ഒരു ഇമേജിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആക്ച്വലി വരുന്നത് ഇവിടെയാണ്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്, ചേഞ്ചിങ് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നത് ഇവിടെയാണ്. അതുപോലെ ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നത് ഇവിടെയാണ്. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇവിടെ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് ഇവിടെ എൻട്രി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ബുള്ളിഷ് ടർട്ടിൽ സൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈസ് ഓൾറെഡി എന്താണ്, ഒരു എക്സ്റ്റേണൽ ഡ്രോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം പ്രൈസ് വന്നിട്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ടു അപ്വാർഡ്, അതിനുശേഷം റീട്രേസ്മെൻറ്റ് ടു മാനിപ്പുലേഷൻ ലെഗ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിനാണ് നമ്മളുടെ PDR മാട്രിക്സിലെ FEG ഓർഡർ ബ്ലോക്കോ എല്ലാം ഉണ്ടാവുക. അവിടേക്കായിരിക്കും മിറ്റിഗേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണ്, അതായത് നമ്മളുടെ നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഏതാണ്, അവിടേക്കായിരിക്കും പ്രൈസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെനാരിയോയിൽ നിങ്ങൾ നോക്കൂ, ഈ ഒരു സെനാരിയോയിൽ പ്രൈസ് ഇവിടെ ഒരു FEG ക്രിയേറ്റ്, മാനിപ്പുലേഷന് ശേഷം ഡിസ്പ്ലേസ്മെൻറ്റിൽ ഇവിടെ ഒരു FEG വന്നിട്ടുണ്ട്. അതിനുശേഷം എന്താണ് നമുക്ക് വന്നിട്ടുള്ള FEG മിറ്റിഗേഷൻ ഇവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. ബിക്കോസ് ഓഫ് ഇവിടെ എന്താണ്, ദർ ഈസ് എ ബ്രേക്കർ ബ്ലോക്ക് കോറിലേറ്റഡ് വിത്ത് ആൻ FEG. ആ FEG നിന്നാണ് ഓർഡർ എടുത്തിട്ടാണ് പ്രൈസ് നമ്മളുടെ എക്സ്റ്റേണൽ ഡ്രോ ഓൺ ലിക്വിഡിറ്റിയിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബുള്ളിഷ് ടർട്ടിൽ സൂപ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഗെയിൻ നമുക്ക് ഒരു എക്സാമ്പിൾ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിലൂടെ കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ ബുള്ളിഷ് ടർട്ടിൽ സൂപ്പിൻ്റെ ഈ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ ത്രൂ നമ്മൾ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കഴിഞ്ഞാണ് കാണുന്നത്. ബിക്കോസ് ഓഫ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്ത ലോ എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ ഒരു ലോ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ, ഇവിടെ ഫുൾ ഓഫ്, അതായത് ലോ അനദർ ലോ. ഓക്കെ, ദാറ്റ് മീൻസ് അവിടെ ഒരു ഈക്വൽ ലോനെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേർട്ടിൽ സൂപ്പിൽ നമ്മളുടെ എക്സ്റ്റേണൽ ഡ്രോ എന്ന് പറയുന്നത് ഏതാണ്, നമ്മളുടെ എക്സ്റ്റേണൽ ഡ്രോ എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ, ഇത് തന്നെയാണ് നമ്മളുടെ എക്സ്റ്റേണൽ ഡ്രോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് എക്സ്റ്റേണൽ ഡ്രോ എന്ന് പറയാൻ കാരണം എന്താണ്, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് നേരെ താഴെ വന്ന് ഇവിടെ ഒരു അക്യുമുലേഷന് കൂടി നടന്നിട്ടുണ്ട്. ഇവിടെ എന്ത് നടന്നിട്ടുണ്ട്, ഇവിടെ ഒരു അക്യുമുലേഷൻ കൂടി ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ഇതെന്താണ്, താഴെ നമുക്ക് ഈക്വൽ ലോസ് ആ കിട്ടിയെങ്കിൽ മുകളിൽ നമുക്ക് എന്താണ്, റിലേറ്റീവ് ഈക്വൽ ലോസ് ആണ് കിട്ടിയത്. അതായത് റിലേറ്റീവ് ഈക്വൽ ഹൈ ലിക്വിഡിറ്റിയാണ് നമുക്ക് മുകളിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, റിലേറ്റീവ് ഈക്വൽ ഹൈ, ദാറ്റ് മീൻസ് റിലേറ്റീവ് ഈക്വൽ ഹൈ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ടേർട്ടിൽ സൂപ്പിൽ എന്താണ്, നമ്മളുടെ ആ ഒരു ബുള്ളിഷ് ടേർട്ടിൽ സൂപ്പിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതാണ് നമ്മളുടെ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി. ഞാൻ പറഞ്ഞു, ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ബുള്ളിഷ് സെനാരിയോയിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യേണ്ടത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പ്ലസ് ബുള്ളിഷ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ബുള്ളിഷ് ഡിസ്പ്ലേസ്മെൻറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള PDRയിൽ മാട്രിക്സിൽ ഏതാണ്, റൈറ്റ് ഹിയർ, എന്താണ്, ദർ ഈസ് എ ബുള്ളിഷ് FEG റൈറ്റ് ഹിയർ. ഓക്കെ, ബുള്ളിഷ് FEG റൈറ്റ് ഹിയർ. അപ്പോൾ ബുള്ളിഷ് ടേർട്ടിൽ സൂപ്പ് പ്രകാരം നമ്മളുടെ എൻട്രി വരേണ്ടത് എപ്പോഴും എവിടെയാണ്, നമ്മളുടെ ഈ ഒരു FEGയിലായിരിക്കണം നമ്മളുടെ എൻട്രി വരേണ്ടത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കണം, നമ്മളുടെ ഈ ഒരു സ്വിങ് ലോയുടെ താഴെ, അതായത് ഇതാണ് നമ്മളുടെ മെൻ്റൽ സ്റ്റോപ്പ് ലോസ്. അതായത് ഇതിന് താഴെയാണ് നമ്മളുടെ ഈ ഒരു എൻട്രി ഇൻവാലിഡ് ആവുന്നത്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അക്യുമുലേഷൻ ഹൈ ആണോ, അതായത് ഈ ഹൈ ആണോ, അല്ല. നമ്മളുടെ ടേർട്ടിൽ സൂപ്പിൽ നമ്മളുടെ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു എക്സ്റ്റേണൽ ഡ്രോ തന്നെയാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ ബുള്ളിഷ് ടേർട്ടിൽ സൂപ്പിൽ പ്രൈസ് ഓൾറെഡി എന്താണ്, ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് താഴെ വന്ന് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നിങ്ങൾ ഓൾറെഡി ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവുക ആക്ച്വലി എവിടെ നിന്നാണ്, ഈ ഒരു ലോ കണ്ട, ഈ ഒരു ഹൈ കണ്ട നിങ്ങൾ, ഈ ഹൈൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് വെക്കുമ്പോഴാണ് ആക്ച്വലി എന്ത്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുക, അല്ലേ? ഇവിടെ നമ്മളെന്താണ്, നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയാണ്. ടേർട്ടിൽ സൂപ്പിൽ നമ്മൾ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയാണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി നടന്നിട്ടുണ്ട്. അപ്പം ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് സ്ട്രക്ചർ ഷിഫ്റ്റിന് മുന്നേ ഉള്ള ഒരു സൈനാണ്.
ഓക്കെ, അവിടെ കിട്ടിയിട്ടുള്ള FEG എന്നാണ് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. ആ FEGയിൽ മിറ്റിഗേറ്റ് ആകുമ്പോൾ നമ്മളുടെ എൻട്രി, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കും? നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആ ഒരു സ്വിംഗ് ലോയുടെ താഴെയും, നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണ്? ആ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ഹൈ ആയിരിക്കും നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ടർട്ടിൽ സൂപ്പ്. അങ്ങനെ നമ്മൾ ബുള്ളിഷ് ടർട്ടിൽ സൂപ്പ് നോക്കിയതുപോലെ തന്നെ നമ്മൾ ബെയറിഷ് ടർട്ടിൽ സൂപ്പ് നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് ടർട്ടിൽ സൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്താണ്? ഇവിടെ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഓൾറെഡി പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തത് എന്ത് ഫോമിലാണ്? റിലേറ്റീവ് ഈക്വൽ ലോ ഫോമിലാണ്. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി മുകളിൽ വരുന്നു. അവിടെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നു? അക്യുമുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു അക്യുമുലേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അക്യുമുലേഷൻ ഹൈ എന്ന് പറയുന്നത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അക്യുമുലേഷൻ ലോ എന്ന് പറയുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. പ്രൈസ് എന്ത് ചെയ്യുന്നു? പ്രൈസ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് പൊസിഷൻസിൽ ഫുള്ളി ഇൻവോൾവ് ആവുന്നു. പ്രൈസ് എന്ത് ചെയ്യുന്നു? താഴേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ടു ഡൗൺ സൈഡ്, സ്ട്രക്ചർ ഷിഫ്റ്റ്, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് ടു ഡൗൺ സൈഡ്, അതിനുശേഷം റീട്രേസ്മെൻറ്റ് ടു മാനിപ്പുലേഷൻ ലെഗ്. ഈ മാനിപ്പുലേഷൻ ലെഗ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ അല്ലെങ്കിൽ എന്താണ് മാനിപ്പുലേഷൻ ഏരിയ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ്, ഇതിൽ നമുക്കെന്താണ്? ഒരു FEG കിട്ടും. ആ FEGയിലേക്കായിരിക്കും പ്രൈസ് പോകുന്നത്. അവിടുന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ആക്ച്വലി അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ല, നമ്മളുടെ ഈ ഒരു എക്സ്റ്റേണൽ ഡ്രോ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ നമുക്കെന്താണ്? ചേഞ്ച് ഓഫ് ക്യാരക്ടറിനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടത് ആവശ്യമില്ല. നമ്മൾ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആയിരിക്കണം നമ്മൾ ടേർട്ടിൽ സൂപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ലിക്വിഡിറ്റി സ്വീപ്പ്. ഇവിടെ സ്വീപ്പ് ചെയ്യേണ്ട ലിക്വിഡിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ബെയറിഷ് ആയിട്ടുള്ള ക്യുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ബെയറിഷ് ടേർട്ടിൽ സൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കൂ. ഇവിടെ നമ്മൾ നോക്കിയാൽ പ്രൈസ് എന്ത് ചെയ്തു? ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിലായിട്ട് എന്ത് ചെയ്യുന്നു? റിലേറ്റീവ് ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്? ഇവിടെയും എന്ത് ചെയ്തു? റിലേറ്റീവ് ഈക്വൽ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ മേജർ ഹൈ ബ്രേക്ക് ചെയ്തും കൊണ്ട് എന്ത് ചെയ്യുന്നു? എഗെയിൻ ഒരു ഹൈ ഇവിടെ ഫോം ചെയ്യുന്നു. അതിനുശേഷം പ്രൈസ് വീണ്ടും ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഈക്വൽ ലോ ഫോർമേഷനിൽ എന്ത് ചെയ്യുന്നു. ടോട്ടലി നോക്കിയാൽ എന്താണ്? ടോട്ടലി നോക്കിയാൽ ഫുള്ളി ഒരു അക്യുമുലേഷൻ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഒരു അക്യുമുലേഷൻ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റൈറ്റ് ഹിയർ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റൈറ്റ് ഹിയർ. ഓക്കെ, ബെയറിഷ് ടർട്ടിൽ സൂപ്പിൽ എന്താണ്? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തു. അതിന് മുന്നേ എന്താണ്? അക്യുമുലേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. പ്രൈസ് എന്ത് ചെയ്തു? മാനിപ്പുലേഷൻ നടന്നു. ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിൽ എന്താണ്? നമുക്ക് FEG എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ, വലിയ FEG ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മളെന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് അല്ലാതെ നമ്മളുടെ മാനിപ്പുലേഷൻ ഏരിയയിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ദെർ ഈസ് ആൻ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എന്ത് ചെയ്തു? പ്രൈസ് ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം നമുക്ക് എന്താണ്? ദെർ ഈസ് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എന്താണ്? ഇവിടെ മിറ്റിഗേറ്റ് ചെയ്തത് ദെർ ഈസ് എ റിജക്ഷൻ ബ്ലോക്ക് റൈറ്റ് ഹിയർ. പ്രൈസ് എന്ത് ചെയ്യുന്നു? എഗെയിൻ പ്രൈസ് താഴെ വന്നിട്ട് എഗെയിൻ ഇത് ബ്രേക്ക് ചെയ്യാതെ എഗെയിൻ ഇവിടെ ലിക്വിഡിറ്റി കൂടുതൽ ക്രിയേറ്റ് ചെയ്തു. അതായത് ഇവിടെ പ്രൈസ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ട്രിപ്പിൾ ബോട്ടം, ഹൈ ലിക്വിഡിറ്റി ആയിട്ടുള്ള ഏരിയ. അതിനുശേഷം പ്രൈസ് വീണ്ടും റിജക്ഷൻ ബ്ലോക്കിൽ പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തു. പ്രൈസ് എന്ത് ചെയ്തു? എഗെയിൻ FEG മിറ്റിഗേറ്റഡ്, പ്രൈസ് എഗെയിൻ ബോർഡർ ബ്ലോക്ക്, പ്രൈസ് നേരെ എക്സ്റ്റേണൽ ഡ്രോ ഓൺ ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ കാണുന്നതോടുകൂടി ഈ ഒരു ബെയറിഷ് ടർട്ടിൽ സൂപ്പ് കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്സിൽ ആദ്യം തന്നെ വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിഫൈ ദ ലിക്വിഡിറ്റി പൂൾഡ് ഏരിയ, അതായത് ബ്രേക്ക് ഔട്ട് ഏരിയാസ് ഏതൊക്കെയായിരിക്കും അത് ഐഡൻറ്റിഫൈ നമ്മൾ ചെയ്യണം. വെയിറ്റ് ഫോർ ദ CISD, ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. അതിനുശേഷം അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു PDRയിലായിരിക്കണം എൻട്രി എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈ ദ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി, അതായത് അവിടെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, അക്യുമുലേഷൻ്റെ ഹൈയോ ലോ എല്ലാം നമ്മൾ ടാർഗറ്റ് ആയിട്ട് എടുക്കേണ്ടത്. പ്രൈസ് ഓൾറെഡി ഒരു ക്രിയേറ്റ് ചെയ്ത് വരും. പ്രൈസ് ഓൾറെഡി ഒരു എക്സ്റ്റേണൽ ഡ്രോ ക്രിയേറ്റ് ചെയ്ത് വരും. ആ എക്സ്റ്റേണൽ ഡ്രോ ആയിരിക്കണം ആക്ച്വലി നമ്മളുടെ പറയുന്നത് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താ? ട്രേഡ് മാനേജ്മെൻറ്റ് നമ്മൾ നോക്കിയാൽ എന്താ? എൻട്രി ഓൺ ദ PDRA, നമുക്ക് ആ ഒരു PDRA എന്നായിരിക്കണം നമ്മളുടെ എൻട്രി. FEG OB, ഈ ഒരു ടേർട്ടിൽ സൂപ്പിൽ എപ്പോഴും FEG എന്നുള്ള ഒരു എൻട്രി ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അതുപോലെ SL above or below the CISD, ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയുടെ മുകളിലോ താഴെയായിട്ടായിരിക്കണം സ്റ്റോപ്പ് ലോസ് പറയേണ്ടത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും ലിക്വിഡിറ്റി ബേസ് ആയിരിക്കണം. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിൻ്റെ മുകളിലോ താഴെ ആയിരിക്കണം SL എന്ന് പറയുന്നത്.
ടാർഗറ്റ് ബേസ്ഡ് ഓൺ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ആൻഡ് പ്രോപ്പർ റിസ്ക് റിവാർഡ് റേഷ്യോ. ഓക്കെ, റിസ്ക് റിവാർഡ് റേഷ്യോ മാത്രം നോക്കരുത്, അതുപോലെ മേജർ ആയിട്ടുള്ള ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ടാർഗറ്റ് വെക്കേണ്ടത്. ലിക്വിഡിറ്റി ബേസ് ചെയ്ത് ടാർഗറ്റ് വെക്കുമ്പോൾ എപ്പോഴും റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് ഒരു ഡീസൻറ്റ് അളവിലായിരിക്കും നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താണ് റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ കൂടി നോക്കിയിട്ട് തിരിച്ചു വരാം. അങ്ങനെ ബെയറിഷ് ടേർട്ടിൽ സൂപ്പിൽ ഈ ഒരു റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് മേജർ ആയിട്ടുള്ളൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തതായിട്ട് കാണാം. ഓക്കെ, മേജർ ആയിട്ടുള്ളൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈക്വൽ ഹൈ പ്രൈസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ പ്രൈസ് വരുന്ന സമയത്ത് എന്താണ്, ഇവിടെ എഗെയിൻ താഴെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്, ദർ ഈസ് ഹ്യൂജ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ബിക്കോസ് ഓഫ് എന്താണ്, പ്രൈസ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ ഇവിടെ എന്ത് ചെയ്തു, ഒരു ഈക്വൽ അല്ല റിലേറ്റീവ് ഈക്വൽ ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം എഗെയിൻ ലോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ പിന്നെന്ത് ചെയ്തു, എഗെയിൻ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ലോ എന്താണ്, ഇത് ഓൾറെഡി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ബിക്കോസ് ഓഫ് ആ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി കൂടി പ്രൈസ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ലോ നോക്ക് നിങ്ങൾ, ഈ ഒരു ലോയും ഏകദേശം പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു ലോയും ഈ ഒരു ലോ, ദാറ്റ് മീൻസ് ഇവിടെ റിലേറ്റീവ് ഈക്വൽ ലോയാണ്. അതുപോലെ തന്നെ നോക്കുന്നത് മുകളിലെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സെൽസ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് താഴേക്ക് ബെയറിഷ് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി, അതായത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു, പ്രൈസ് മുകളിലേക്ക്, ഇവിടേക്ക് താഴേക്ക്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുക എന്ന് പറയുമ്പം പ്രൈസിന് എന്താണ്, ഈ ഒരു പുൾ ബാക്ക് ലോ ടേക്ക് ഔട്ട് ആയാലേ നമ്മൾ ഇതിനോട് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടിയെന്ന് പറയാൻ വേണ്ടി പറ്റൂ. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയിൽ നമുക്കിവിടെ ഓർഡർ ബ്ലോക്കും FEG നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ദർ ഈസ് FEG കിട്ടിയിട്ടുണ്ട്. ഈ FEG എൻട്രി എടുക്കുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് വൈഡർ ആയിരിക്കും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് പോയിന്റ് എന്ന് പറയുന്നത് വൈഡർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളുടെ SL പോയിന്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു എക്സ്ട്രീം ലെവൽ OB എന്നായിരിക്കണം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ദർ കുഡ് ബി ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയുടെ മുകളിലായിരിക്കണം നമ്മളുടെ ആ ഒരു മെൻ്റൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അവിടെ ആയിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ ആ ഒരു എക്സ്റ്റേണൽ ഡ്രോയിലായിരിക്കണം. എക്സ്റ്റേണൽ ഡ്രോ മീൻസ് ദാർ കുഡ് ബി എ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇവിടെ ആയിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബെയറിഷ് ആയിട്ടുള്ള ടേർട്ടിൽ സൂപ്പിന് എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് താഴേക്ക് ബെയറിഷ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കിട്ടണം. അവിടുത്തെ ആ ഒരു PDRL ആയിരിക്കണം നമ്മളുടെ എൻട്രി. ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, റിലേറ്റീവ് ഈക്വല്ലോ നമ്മളുടെ ആ ഒരു മാർക്കറ്റിൻ്റെ എക്സ്റ്റേണൽ ഡ്രോയിലായിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രൈസ് നമ്മളുടെ ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഒരു എക്സ്റ്റേണൽ ഡ്രോയിലേക്ക് പ്രൈസ് വരണം. ആ എക്സ്റ്റേണൽ ഡ്രോ ആയിരിക്കണം നമ്മളുടെ ടാർഗറ്റ്. അങ്ങനെ വെക്കുന്ന ടാർഗറ്റ് എപ്പോഴും എന്തായിരിക്കും, നമ്മളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് ഡീസെൻറ്റഡ് ആയിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെ ആയിരിക്കും. ഓക്കെ, അറ്റ് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ ടേർട്ടിൽ സൂപ്പ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു. ഫീച്ചേഴ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ഇത് ബ്രേക്ക് ഔട്ടിന് എഗെയിൻസ്റ്റ് ചെയ്യുന്ന ഒരു എൻട്രി മോഡലാണ്. അതുപോലെ ലിക്വിഡിറ്റി ബേസ്ഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് എന്താണ്, ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ടേർട്ടിൽ സൂപ്പിന് ആക്ച്വലി എന്തായിരിക്കും, ഒരു എക്സ്റ്റേണൽ ഡ്രോ ആദ്യമേ പ്രൈസ് മുകളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം എന്താണ്, സെൽ സ്റ്റോപ്പ് ടേക്ക് ഔട്ട് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റോടെ ആ ഒരു എക്സ്റ്റേണൽ ഡ്രോയിലേക്കായിരിക്കും പോകുന്നത്. ബെയറിഷിലും എങ്ങനെയാണ്, ബെയറിഷിലും ഓൾറെഡി ഒരു എക്സ്റ്റേണൽ ഡ്രോ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അവിടെ നിന്ന് അതിലേക്കായിരിക്കും പ്രൈസ് പിന്നീട് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ആയിട്ട് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ലിക്വിഡിറ്റി, പ്രൈസ് ബേസ്ഡ് ലിക്വിഡിറ്റി, ടൈം ബേസ്ഡ് ലിക്വിഡിറ്റി പറഞ്ഞു. അതുപോലെ ബുള്ളിഷ് അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ബെയറിഷ് അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. അതുപോലെ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞു. ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് മുന്നേ തരുന്ന ഒരു ഇൻഡിക്കേഷനാണ്. ഓക്കെ, ടേർട്ടിൽ സൂപ്പിന് ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ആവശ്യമില്ല, ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് നമ്മൾ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിലൂടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു.